ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് യൂണിലിവർ ലിമിറ്റഡ് എന്നൊരു ബിഗ് ബില്യൺ കമ്പനിയെ കുറിച്ചാണ്. പക്ഷേ നിങ്ങൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതൊരു ഇന്ത്യൻ കമ്പനിയല്ല, ഇതൊരു തികച്ചും ബ്രിട്ടീഷ് കമ്പനിയാണ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയസമ്പത്തായ കുറച്ച് ബ്രാൻഡുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. പിയേഴ്സ്, ഡോവ്, ലാക്സ്, വാസ്ലിൻ, ക്ലിയർ, സർഫ്, താജ്മഹൽ, ക്ലിനിക് പ്ലസ്, ക്ലോസപ്പ്, ബ്രൂ, കംഫർട്ട്, ഫെയർ ലവ്ലി, ഹമാം, കിസാൻ, ക്വിക്ലി വാൾസ്, ലൈഫ് ബോയ്, റെക്സോണ. ഞാനിപ്പോൾ പറഞ്ഞ ബ്രാൻഡുകളെല്ലാം നമ്മൾ വെവ്വേറെ കമ്പനിയുടെ ബ്രാൻഡുകളാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും. പക്ഷേ ഇതെല്ലാം ഓൺ ചെയ്തിട്ടുള്ളത് യൂണിലിവർ എന്ന ഒറ്റ കമ്പനിയാണ്. ഇത് മാത്രമല്ല, 190 രാജ്യങ്ങളിലായി 400ഓളം ബ്രാൻഡുകളാണ് നമ്മളെ യൂണിലിവർ എന്ന കമ്പനി ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മാർക്കറ്റിൽ പരസ്പരം കോമ്പറ്റീറ്റീവ് ആയിരുന്ന പിയേഴ്സ്, ഹമാം, ലക്സ് എന്നീ സോപ്പിൻ്റെ എല്ലാ ബ്രാൻഡുകളും കൈകാര്യം ചെയ്യുന്നത് യൂണിലിവർ എന്ന ഒറ്റ കമ്പനിയാണ്. മാത്രമല്ല, ഡിറ്റർജൻ്റ് ആയാലും ടീ ആൻഡ് കോഫി സെക്ഷൻ ആയാലും ഒക്കെ ഓൺ ചെയ്തിരിക്കുന്നത് നമ്മളെ യൂണിലിവർ എന്ന ഒറ്റ കമ്പനിയാണ്. ഇതെന്തിനാ വെച്ചാൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. 1927 ബ്രിട്ടീഷ് സോപ്പ് മേക്കറായ ലിവർ ബ്രദേഴ്സും ഡച്ച് മാർഗരിൻ പ്രൊഡ്യൂസറായ യുണീക്കും എന്നിവർ ചേർന്നിട്ടാണ് ഒരു മെർജ്ഡ് കമ്പനിയായി യൂണിലിവറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡച്ച് മാർഗരിൻ പ്രൊഡ്യൂസറായ യുണിയും ബ്രിട്ടീഷ് സോപ്പ് മേക്കറായ ലിവർ ബ്രദേഴ്സിൻ്റെ ലിവറും ചേർന്നിട്ടാണ് യൂണിലിവർ എന്ന പേര് വന്നിട്ടുള്ളത്. ഇവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് എന്ന സോപ്പായിരുന്നു. ഇത് യൂറോപ്യൻ കൺട്രിയിൽ പച്ചപിടിക്കുകയും തുടർന്ന് ഇവരുടെ കോളനിവൽക്കരണം നടത്തിയിരുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് UK, US എന്നിവിടങ്ങളിൽ ബ്രാഞ്ച് തുടങ്ങുകയും ചെയ്തു. യൂണിലിവർ ലിമിറ്റഡ് 4 വ്യത്യസ്ത വിധത്തിലാണ് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് പേഴ്സണൽ കെയർ, രണ്ടാമത്തേത് ഫുഡ് ആൻഡ് ബിവറേജസ്, മൂന്നാമത്തേത് റിഫ്രഷ്മെൻറ്റ്, നാലാമത്തേത് ഹോം കെയർ ആൻഡ് ക്ലീനിങ്. ഇനി നമുക്ക് യൂണിലിവർ ലിമിറ്റഡ് എങ്ങനെ എക്സ്പാൻഡായി നോക്കാം. യൂണിലിവർ ആദ്യമായി സൺലൈറ്റ് എന്ന സോപ്പായാണ് ഉൽപ്പാദിപ്പിച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. തുടർന്ന് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നഷ്ടത്തിലായ കമ്പനി പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് 1943 ലിപ്റ്റൺ എന്ന ടീ ബ്രാൻഡുമായി വിപണിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പിന്നീട് പേഴ്സണൽ കെയറിന് ഇമ്പോർട്ടൻസ് നൽകുകയും പെപ്സോഡന്റ് പോലുള്ള ടൂത്ത് പേസ്റ്റും സൺസിൽക്ക് പോലുള്ള ബ്രാൻഡഡ് ക്രീംസും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം ഡവ് എന്നൊരു പ്രൊഡക്റ്റ് US ലോഞ്ച് ചെയ്യുകയും ഇത് അവിടുത്തെ മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു. തുടർന്ന് 1950 സെയിൽസിൽ ചെറിയ ഡൗൺവേർഡ് നേരിട്ട യൂണിലിവർ എന്ന കമ്പനി ഹോം കെയർ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇമ്പോർട്ടൻസ് നൽകുകയും P&G എന്ന ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. 1957 ശേഷമാണ് ഫുഡ് ആൻഡ് ബിവറേജിന് യൂണിലിവർ ലിമിറ്റഡ് വളരെ അധികം ഇമ്പോർട്ടൻസ് നൽകിയത്. പിന്നീട് 1971 ശേഷം യൂറോപ്പിലാകെ അവരുടെ തരംഗം മലയടിച്ചു. 30% വളർച്ചയാണ് ഐസ്ക്രീം ഇൻഡസ്ട്രിയിൽ അവർ രേഖപ്പെടുത്തിയത്. അതിനുവേണ്ട ഫീസർ സൗകര്യം അവർ ഫ്രീ ആയി തന്നെ കൊടുത്തു. പിന്നീട് 1971 തന്നെ UK യിലും US ലും വേണ്ടി അവരുടെ ബ്രാഞ്ചുകൾ ഇറക്കുകയും കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. 1933 ഇന്ത്യയിലേക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡായി രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. 2016-17 കണക്കുകളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യൂണിലിവർ ലിമിറ്റഡ് 5 ബില്യൺ ടേൺ ഓവറുള്ള കമ്പനിയായി ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ കീഴിൽ 18,000ഓളം എംപ്ലോയീസാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ മാർക്കറ്റിംഗ് എക്കണോമി ആയാലും ഇന്ത്യയുടെ GDP ആയാലും വളരെയധികം സ്വാധീനിക്കാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ന കമ്പനി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണെങ്കിൽ യൂണിലിവറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലും നെതർലാൻഡിലുമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ യൂണിലിവറിൻ്റെ ലോഗോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? 24 ഐക്കൺസ് ചൂടി ചേർന്നിട്ടുള്ളതാണ് അവരുടെ ലോഗോ. 24 ഐക്കണും അവരുടെ 24 ബ്രാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഐസ്ക്രീം, ലിപ്സ്, ക്ലോത്ത്സ്, ഹെയർ, സ്പൂൺ, ബോൾ, ഫിഷ് തുടങ്ങിയൊക്കെ അവരുടെ പല ബ്രാൻഡിൻ്റെയും പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. യൂണിലിവറിൻ്റെ അധ്യായം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.